വേനൽ ചൂടിലും മനസ്സിന്റെ കുളിർമ പകർന്ന് വർണ്ണവിസ്മയം ഒരുക്കുകയാണ് വണ്ടൻമേട്ടിലെ സൂര്യകാന്തികൾ. സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് കിടന്നിരുന്ന സ്ഥലം വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പരിസരം മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് കാട് വെട്ടിത്തെളിച്ചത്. തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നും സൂര്യകാന്തി വിത്തുകൾ എത്തിച്ച് പാകി പരിപാലിച്ചു. നമുക്ക് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണമെന്ന് സജഷൻ ഉണ്ടാകുകയും ഞങ്ങളെ കുറച്ച് അധ്യാപകരും കുട്ടികളും മുൻകൈ എടുത്ത് ഈ ക്യാമ്പസ് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ എന്ന ആശയം ഞാൻ കുതിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് ഇതിൻ്റെ സീഡ്സ് പറ്റിച്ചിട്ട് ഞങ്ങളിവിടെ ഇത് പ്ലാന്റ് ചെയ്യുകയും ചെയ്യണം. ഇത് ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി, വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന പാതയോട് ചേർന്നുള്ള സൂര്യകാന്തി പാടം സഞ്ചാരികളെയും ആകർഷിക്കുകയാണ്. സൂര്യകാന്തിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും വണ്ടൻമേട്ടിലെ കുട്ടികൾ സജീവമാണ്. ക്യാബേജും തക്കാളിയും വഴുതനയും പയറുമെല്ലാം കുട്ടികളുടെ സ്വന്തം കൃഷിയിടത്തിൽ യഥേഷ്ടം വളരുന്നുണ്ട്. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.